രതീഷ് ഉണരു രതീഷ് വേഗം വാ ഭക്ഷണം കഴിക്കാം. രതീഷും ബീഫാണോ? ഇന്ന് രതീഷും ബീഫും അല്ല, പഴംപൊരിയും ബീഫും നോർമലി നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരു കോമ്പിനേഷൻ. ഇപ്പോഴും ട്രെൻഡിങ് ആണോ എന്നറിയില്ല, ആണെങ്കിൽ ഒന്ന് പറയും കേട്ടോ. പക്ഷെ നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ വെച്ചു. നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി ഇതെന്താണെന്നല്ലേ, ഇത് നമ്മുടെ മട്ടൻ റോസ്റ്റാണ്. മട്ടനല്ല, ലാമ്പ് കുഞ്ഞാണ് കേട്ടോ, റോസ്റ്റാണ്. അതും നമുക്ക് നമ്മുടെ രതീഷിന് കൂടി ഒന്ന് പിടിക്കാമെന്ന് വെച്ചു. കുറച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫസ്റ്റ് ടൈമാണ്, ഞാൻ കഴിച്ചു നോക്കിയിട്ട് പോലും ഇല്ലാതെ. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, ഒന്ന് കുറയ്ക്കണ്ട. കുറേ പേര് വായിൽ വെള്ളം വരുന്നുണ്ടാവില്ല ഇത് കാണുമ്പോൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണതേ, നിങ്ങൾ കൂടെ തന്നെ ട്രൈ ചെയ്തിട്ട് പറയാൻ പോണേ. ഇതുപോലെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് സവാളയും ഇതേ ആ ഒരു പീസും ഇതൊക്കെ വെച്ചിട്ട് കഴിച്ചോട്ടെ കേട്ടോ. മട്ടൻ തന്നെ കഴിക്കാൻ നല്ലതായിരുന്നു, കഴിച്ചോട്ടെ. ആക്ച്വലി എനിക്ക് ബീഫും പഴംപൊരിയും കോമ്പിനേഷൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ലായിരുന്നു. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ മട്ടൻ കറിയുടെ അടിപൊളി ആയതുകൊണ്ടാണോ എന്നറിയില്ല, മട്ടൻ റോസ്റ്റും പഴംപൊരിയും അടിപൊളിയായിട്ട്. എനിക്ക് ബീഫിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഈ മട്ടൻ റോസ്റ്റ് കഴിച്ചിട്ടാണ്. ട്രൈ ചെയ്യാത്തവരുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കൊരു വീട്ടിലുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ല അടിപൊളി നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ച് ആ ഗ്രേവിയൊക്കെ റോസ്റ്റ് ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കിട്ടിയതിനും കൂടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് ട്രെൻഡിങ് ആണോ എന്നുള്ളത് പറയുക. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. പഴംപൊരിയും നമ്മുടെ മട്ടൻ റോസ്റ്റും, പഴംപൊരിയും ബീഫും മാറിയിട്ട് പഴംപൊരി മട്ടൻ റോസ്റ്റും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി ആണോ? നല്ല കിടിലായിട്ടുണ്ട്. നല്ല എരിവും ആ സവാളയുടെ ആ ഒരു ചെറിയ അടിയെ കടിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സും മധുരവും ഇതൊക്കെ ആയിട്ട്, എരിവും ആ ഒരു മധുരത്തിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ രതീഷ് ആൻഡ് മട്ടൻ റോസ്റ്റ്.